ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേക ഈ ഫേസ്ബുക്ക് ലിങ്കിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ ഹൃദ്യമായ സ്നേഹവന്ദനങ്ങളെ അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത് അനുഗ്രഹീത കർത്താവിൻ്റെ ദാസൻ, പരിശുദ്ധ ദാസൻ ഡോക്ടർ ഷിനു കുന്നേൽ അദ്ദേഹമായിരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം കുടുംബമായിട്ട് നമ്മുടെ നടുവിലായിട്ടുണ്ടല്ലോ. അവർ ഡൽഹിയിലാണ് കർത്താവിൻ്റെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ചെറിയ സഭയിൽ വരുവാനും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങളെ പങ്കുവെക്കുവാനും അഭിഷിക്ത ദാസന ദൈവം കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ വിശുദ്ധ ആരാധനയിലേക്ക് വചനം ശുശ്രൂഷിക്കാനായിട്ട് അനുഗ്രഹീത കർത്താവിൻ്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കരങ്ങൾ അടിച്ചൊന്ന് നമുക്കൊന്ന് നൃത്തം ചെയ്യാം. നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ അവറുകൾ, ദേവദാസൻ സുനിൽ കർത്താവിൻ്റെ ദാസൻ ഈ ബന്ധപ്പെടാൻ യേശുക്രിസ്തു മനസ്സിലെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്നത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. മുഖവരെയൊന്നും പറഞ്ഞ സമയം കളയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ട വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുകയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ പ്രാർത്ഥനയുടെ കൂടി തന്നെ ദിവസങ്ങളിലായിരിക്കണമെന്ന് ഞാൻ പ്രാരംഭമായി ഓർക്കുകയാണ്. നിങ്ങൾ കർത്താവിൻ്റെ വേലയുമായി ഡൽഹിയുടെ പ്രദേശത്ത് ആയിരിക്കുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് ദേവദാസന്മാരെ പിരിക്കുകയും ജയിലിലാക്കുകയും ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് മുന്നിൽ വേല ചെയ്യുന്ന ദൈവമക്കളെ ദേവദാസന്മാരെല്ലാം കടന്നു വീഴുന്നത്. അവരെ ഓർത്തും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞ മുഖരുകൾ ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. ഒരു പാട്ട് പാടി നമുക്കൊന്ന് ആരാധിച്ചതിന് ശേഷം തിരുവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേക മേളങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ നന്നായിട്ടാണ് ഇത് വായിക്കുന്നത്. എനിക്ക് സന്തോഷം തോന്നി. ദൈവം അവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് കരം പഠിച്ചൊരു പഴയ പാട്ടാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 3 ദിവസം വെള്ളം കിട്ടാതെ അവർ സഞ്ചരിച്ചു. കരുണാസമ്പന്നനായ സ്വർഗ്ഗം ഞങ്ങളുടെ നല്ല പിതാവാം ദൈവമേ,
അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വേദവാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ബലപ്പെടുത്തണം. ദൈവങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയും കൂടി ദൈവസന്നിധിയിൽ ദൈവമക്കളായിരിക്കണം. 3 ദിവസം വെള്ളം കിട്ടാതെ അവർ മരുഭൂമിയിൽ സഞ്ചരിച്ചു. ഇസ്രായേൽ ജനം ഏതാണ്ട് 30 ലക്ഷം വരുന്ന ജനം ഈജിപ്റ്റ് എന്ന് പറയുന്ന ആ രാജ്യത്ത് 400 വർഷത്തിൽ പരമായി ഫറവോ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കീഴിൽ പ്രവാസികളായി പാർക്കുന്ന കാലത്ത് ഇസ്രായേലിന്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന മോശ ദൈവം ഒരു അരുളപ്പാട് കൊടുക്കുന്നു. 400 വർഷത്തിൽ പരമായി കഷ്ടതകളും പട്ടിണികളും ദാരിദ്ര്യവും നമ്പരവും വേദനയും അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനം അന്യരാജ്യത്ത് പരദേശികളായി പാർക്കുന്നു. അവരുടെ നമ്പരം, വേദനകൾ, കഷ്ടതകൾ, ദാരിദ്ര്യം ദൈവം കണ്ടു. ആ ദൈവം മോശയോട് പറയുന്നു, ആ ജനത്തെ ആരാധിപ്പാൻ ഫറവോ എന്ന് പറയുന്ന ആ ചക്രവർത്തിയുടെ കീഴിൽ നിന്നും വാട്ടത്ത ദേശത്തേക്ക് അവരെ ആനയിക്കുവാൻ മോശയെ പറഞ്ഞയക്കുന്നു. സ്തോത്രം. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഈ 30 ലക്ഷം വരുന്ന ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കടന്നു വരികയാണ്. ഇപ്പോൾ ആ ജനം ശൂർ മരുഭൂമിയിൽ എത്തി നിൽക്കുകയാണ്. എത്ര ദിവസം അവരവിടെ തങ്ങി? വേദപുസ്തകം പറയുന്നു 3 ദിവസം അവരവിടെ സഞ്ചരിച്ചു. എന്തിനു വേണ്ടി സഞ്ചരിച്ചു? ഒറ്റ കാര്യത്തിനു വേണ്ടി, വെള്ളത്തിനു വേണ്ടി. ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹവും അവരുടെ അത്യാവശ്യവും ഒന്ന് മാത്രമായിരുന്നു. എന്തിനു വേണ്ടി? വെള്ളത്തിനു വേണ്ടി. അവരുടെ കരങ്ങളിൽ ആഹാരമുണ്ടായിരുന്നു. അവർ ആഹാരത്തിന് വേണ്ടി അന്വേഷിച്ചില്ല. പക്ഷേ അവരുടെ പക്കൽ വെള്ളമില്ലായിരുന്നു. മൃഗങ്ങളുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ ശൂർ മരുഭൂമിയിൽ വന്നു നിൽക്കുകയാണ്. 3 ദിവസം ആ മരുഭൂമിയിൽ സഞ്ചരിച്ചു. സത്യത്തിൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നിരവധി മരുഭൂമികളെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പാൻ മരുഭൂമി, ശൂർ മരുഭൂമി, സ്തോത്രം, ബേർശേബ മരുഭൂമി, അങ്ങനെ ഒട്ടനവധി നിരവധി മരുഭൂമികളെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജനം ശൂർ മരുഭൂമിയിൽ വന്ന് നിൽക്കുകയാണ്. 3 ദിവസം അവിടെ സഞ്ചരിച്ചു. വെള്ളം കിട്ടിയോ? ഇല്ല. ഇന്ന് പകൽക്കാലം നീ ഏത് വിഷയത്തിന്റെ മധ്യയാണോ പ്രയാസപ്പെടുന്നത്? ഏത് വിഷയത്തിന്റെ മധ്യയാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്? ഏത് വിഷയത്തിന്റെ മധ്യയാണോ നീ തകർന്നിരിക്കുന്നത്? ഏത് വിഷയത്തിന്റെ മധ്യയാണോ നീ നോമ്പരപ്പെട്ടിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ആ വിഷയത്തെ കടന്ന് എന്റെ കൈകളിലെ കളിക്കുവാൻ പോകുന്നു. അറിയുന്ന കാക്ക, വിദഗ്ധകൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം നമ്മുടെയും വേദനയും അറിയാതിരിക്കുമോ? നമ്മുടെയും നമ്പരവും അവൻ അറിയാതിരിക്കുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്രയും ജനം ശൂർ മരുഭൂമിയിൽ വന്ന് നിൽക്കുകയാണ്. 3 ദിവസം അവരവിടെ സഞ്ചരിച്ചു. വെള്ളത്തിന് വേണ്ടി. വെള്ളം കിട്ടിയില്ല. സ്തോത്രം. നോക്കണം, അവിടുന്ന് പ്രശ്നം ആരംഭിക്കുകയും അവർ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും അവരുടെ മനസ്സിന്റെ അകത്ത് പ്രശ്നം വന്നിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിനകത്ത് പ്രശ്നം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിരിക്കുകയാണ്. സ്തോത്രം. അവർ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന്. സ്തോത്രം. സാഹചര്യം അവർക്ക് അനുകൂലമാണെന്ന് അവര് വിശ്വസിച്ച്, പക്ഷെ സാഹചര്യം അവർക്ക് അനുകൂലമല്ലായിരുന്നു. വിളിച്ചിറക്കിയത് ദൈവമാ, കൊണ്ടുവന്നത് ദൈവമാ. സാഹചര്യം അനുകൂലമല്ലെങ്കിലും ഈ യാത്ര ചെയ്താൽ മതി. ഉണ്ടാകും.
ഉണ്ടാകും. അകന്നു പോകല്ലേ, വീട് പോകല്ലേ, വിശ്വാസത്തെ മുറുകെ പിടിക്കൂ. പ്രശ്നങ്ങളുണ്ടാകും വഴിത്താരയിൽ, പ്രതികൂലമുണ്ടാകും വഴിത്താരയിൽ, കണ്ണുനീരുണ്ടാകും വഴിത്താരയിൽ, ദുഃഖങ്ങളുണ്ടാകും വഴിത്താരയിൽ. ഹല്ലേലൂയ. മാറാവ്യാധികൾ പിടികൂടും വഴിത്താരയിൽ. തകർന്നു പോകരുത്. വേഗത്തിൽ കടന്നു പോവുകയാണ്. സ്തോത്രം. ഇസ്രായേലിലായിരുന്നപ്പോൾ ആഹാരത്തിന് പഞ്ഞമില്ലായിരുന്നു കേട്ടോ. സ്തോത്രം. വയറ് നിറച്ച് കിട്ടിയില്ലെങ്കിലും ജീവൻ പിടിച്ചു നിർത്തുവാൻ, ജീവനെ പിടിച്ചു നിർത്തുവാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ അവിടെ ഒന്നിന് കുറവുണ്ടായിരുന്നു. എന്താ? യെസ്, ആരാധനയില്ലായിരുന്നു. പേര് ദൈവത്തിന്റെ സ്വന്തം ജനം. ഹല്ലേലൂയ. ആരാധനയില്ലായിരുന്നു, അവിടെ പ്രാർത്ഥനയില്ലായിരുന്നു, ഇടക്കൂട്ടങ്ങളില്ലായിരുന്നു, ഉപവാസ പ്രാർത്ഥനയില്ലായിരുന്നു, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അത്രയും അവര് പീഡന അനുഭവിച്ചു, അത്രയും നൊമ്പരം അനുഭവിച്ചു ദൈവത്തിന്റെ സ്വന്തം ജനം. ആ പീഡനയുടെ നടുവിൽ, അവരുടെ പ്രയാസങ്ങളുടെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു. പ്രിയപ്പെട്ടവരെ, നിന്റെ വേദന കാണുന്ന ദൈവം, നിന്റെ ഹൃദയത്തിന് നൊമ്പരം അറിയുന്ന ദൈവം, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, പ്രയാസങ്ങൾ അറിയുന്ന ദൈവം. കാണാതിരിക്കുന്നില്ല കേട്ടോ. നാളുകളായി അനുഭവിക്കുന്ന വിഷയത്തിനകത്ത് നമ്മളെക്കാളും ഒരു ഉത്തരമുണ്ട്. അതിനകത്തൊരു ജയമുണ്ട്, അതിനകത്തൊരു വിജയമുണ്ട്. യേശുവിന്റെ നാമത്തില് നീ കണ്ടിരിക്കുന്ന വ്യക്തിയല്ല, അകന്നിരിക്കുന്ന വ്യക്തിയല്ല, നമ്പരപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ല. നിന്റെ സമയം എടുത്തിരിക്കുന്ന ഉത്തരം കിട്ടാതിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, മറുപടി കിട്ടാതിരിക്കുന്ന വിഷയമുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഈ നാശം തീരുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്. നിന്റെ വിഷയത്തിനകത്ത് നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം കൈയൊഴിഞ്ഞ് സമയമുണ്ടായിരുന്നു. നീ വിശ്വസിച്ചവർ നിന്നെ സഹായിക്കാൻ മാറിയപ്പോൾ അപ്പോഴും ചേർന്ന് നിന്നത് ഇസ്രായേലിന്റെ ദൈവമാകട്ടോ. നീ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, നിന്നയിലൂടെ കടന്നുപോയപ്പോൾ, പരിഹാസത്തിലൂടെ കടന്നുപോയപ്പോൾ, പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോൾ, സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നുപോയപ്പോൾ, ഇനിയും എന്ത് ചെയ്യുമെന്ന് നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് നിലവിളിച്ചപ്പോഴും ആ കണ്ണുനീര് കണ്ട ദൈവം പറയുന്നു, നിന്റെ കഷ്ടത ഞാൻ കാണാതിരിക്കുന്നു, നിന്റെ വിരുന്നിനെ തടുക്കാതിരിക്കുന്നു. വേഗത്തിൽ ഞാൻ കടന്നു പോകുക, എന്നെക്കാട്ടിന് മുമ്പേ സമയം ഓടിപ്പോവുകയാണ്. ആ കൂട്ടത്തിൽ ഞാനും ഓടണം, അല്ലെങ്കിൽ എത്താതിരിക്കും. സ്തോത്രം. ഇവര് ശൂർ മരുഭൂമിയിൽ വന്നു, 3 ദിവസം സഞ്ചരിച്ചു. പ്രിയപ്പെട്ടവരെ, ഉത്തരം കിട്ടിയില്ല എന്നും പറഞ്ഞ് നീ പ്രയാസപ്പെടരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്നും പറഞ്ഞ് പിന്മാറിപ്പോയെന്ന് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തരുത് കേട്ടോ. പ്രാർത്ഥന വിജയമില്ല എന്ന് കണ്ട്
ചില പരീക്ഷണത്തിലൂടെ സ്വർഗം കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. നിന്നെ ഈ പ്രയാസത്തിലൂടെ കടന്നു വീഴുന്നത് അതിന് നിനക്ക് വേണ്ടി ഒരു എലിമിനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോൾ നീ ചില വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില പ്രയാസങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഭാരം നിന്നെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ ചില ശോധനയുടെ കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ നിന്നെ തകർത്തി കളയാനല്ല, നിന്നെ ഉപേക്ഷിക്കാനല്ല, ഹല്ലേലൂയ അങ്ങ് കൊണ്ട് എത്തിക്കാനാണ്. അവിടെ കൊണ്ട് വന്ന് എത്തിച്ചിട്ട് നിന്റെ കണ്ണാലെ കാണിച്ചിട്ട് അത്ഭുതങ്ങളെ കാണിച്ചിട്ട് നാമത്തിൽ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. 3 ദിവസം അവരവിടെ സഞ്ചരിച്ച് ശൂർ മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്, മരുഭൂമിയിൽ എന്തൊക്കെയില്ല. സ്തോത്രം. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്? മരുഭൂമിയിൽ ഒട്ടകപക്ഷിയുണ്ട്, മരുഭൂമിയിൽ കാട്ടുകഴുതയുണ്ട്, മരുഭൂമിയിൽ പട്ടണങ്ങളുണ്ട്, മരുഭൂമിയിൽ വിശ്രമസ്ഥലമുണ്ട്, മരുഭൂമിയിൽ കുന്നുകളുണ്ട്, മരുഭൂമിയിൽ കുഴികളുണ്ട്. അപ്പോൾ മരുഭൂമിയിൽ എന്താ ഇല്ലാത്തത്? വേദപുസ്തകം പഠിപ്പിക്കുന്നു, മരുഭൂമിയിൽ വെള്ളമില്ല, മരുഭൂമിയിൽ ആൾപ്പാർപ്പിടമില്ല. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ വേഗത്തിലൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യിരെമ്യാ 2:6 വേഗത്തിൽ വായിച്ചാട്ടെ. സമയം പാഴ്നിലങ്ങളും കുഴികളുള്ള ദേശം, വരൾച്ചയും കൂരിലും ഇതാണ് മരുഭൂമി എന്ന് പറയുന്നത്. കൂരികളുണ്ട് കേട്ടോ, വരൾച്ചയുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങും. സ്തോത്രം. അപ്പോഴും നീ യാത്ര ചെയ്തോളാം. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പട്ടുമത്തിയുടെ അനുഭവമല്ല, സുഖത്തിന്റെ അനുഭവമല്ല. ഞങ്ങളൊക്കെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. സ്തോത്രം. ഇത്രയും പ്രയാസമുണ്ട്. ഒരു വീട്ടിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയാൽ 10 രൂപ കിട്ടിയിട്ടുണ്ട്, 20 രൂപ ഞാൻ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോകുന്നത് അതിൽ കൂടുതലാണ്. ഞങ്ങൾക്ക് പറയാറില്ല. വിളിച്ചിറക്കിയത് ദൈവമാ, ഉണ്ടാക്കിയത് ദൈവമാ. പലപ്പോഴും ഇട്ടറിഞ്ഞ് പോരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഒത്തിരി ആഗ്രഹിച്ചതാ. സ്തോത്രം. പലപ്പോഴും ഇവിടുത്തെ ആരാധന ശബ്ദങ്ങളൊക്കെ, ഇവിടുത്തെ കൂട്ടായ്മയൊക്കെ ഞാൻ ലൈവിലൂടെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ മോൾ വിളിക്കുമ്പോഴൊക്കെ ലൈവ് ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ് തോന്നുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അത്രയും സ്വാതന്ത്ര്യമൊന്നുമില്ല അവിടെ. സ്തോത്രം. ഇത്രയും സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണോ? ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ കൊതിക്കുകയാണ്. അതുപോലെ കരമടിച്ച് ശബ്ദം എടുത്ത് പ്രസംഗിക്കാനൊക്കെ ഞങ്ങൾ ഒതുക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ എന്ത് സ്വാതന്ത്ര്യമാണ്. വിലപ്പെട്ട സമയം നിങ്ങൾ കളയരുത് കേട്ടോ. മിനിറ്റിന് വേണ്ടി ഞങ്ങൾ കുതിക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. രൂപത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പറയുന്നത്. സ്തോത്രം. അത്രയും പറഞ്ഞ നേരത്തെയാണ്. മോളെ ആവർത്തനം 8:15 വായിച്ചേ. സ്തോത്രം. ആവർത്തനം 8:15 വായിച്ചേ. വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള അഗ്നിസർപ്പം, ഇവറ്റകൾ എവിടെയുണ്ട്? മരുഭൂമിയിലുണ്ടെന്ന്. കുഴികളുണ്ട്, കൂരികളുണ്ട്, വരൾച്ചയുണ്ട്, മനുഷ്യവാസമില്ല. ഇതെവിടെ ഉണ്ട്? മരുഭൂമി. ഇതെല്ലാം മരുഭൂമിയിലുണ്ട്. നമ്മൾ ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. സ്തോത്രം. വിശ്വാസം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അഗ്നിസർപ്പം എണീറ്റ് നിൽക്കും. തേള് നമ്മളെ കുത്തും. മരണം സംഭവിക്കാം. വിളിച്ചിറക്കുന്ന ദൈവമാ. അടിത്താരിൽ ശത്രു അടിത്താരിൽ പതിയിരിക്കുന്ന ശത്രുക്കളെ തകർത്തുകൊണ്ട് നീ യാത്ര ചെയ്തോണം. ഹല്ലേലൂയ. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും അധികാരം തരുന്ന ഇത്രയും ശക്തി ഇവർ ആർക്കും കൊടുത്തിട്ടില്ല. ഇത് നമുക്കെല്ലാവർക്കും ദൈവം നമ്മൾ നൽകി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരിക. ഇവര് ശൂർ മരുഭൂമിയിൽ എത്തി നിൽക്കുകയാണ്. 3 ദിവസം അവിടെ സഞ്ചരിച്ചു.
പ്രശ്നം അവിടെ നിന്ന് കലുഷിതമായി. പ്രശ്നം ഉണ്ടാക്കിയില്ല, അത് മനസ്സിൻ്റെ അകത്ത് വന്നു, ഹൃദയത്തിൻ്റെ അകത്ത് വന്നു, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്നു. അവർ മൗനമായിരുന്നു. ശേഷം മോശയുടെ നേതൃത്വത്തിൽ അവരുടെ എവിടെ എത്തി? മാറയിൽ എത്തി. മാറ എന്ന വാക്കിനർത്ഥം കൈപ്പ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതാണ്ട് 46 പ്രാവശ്യം മാറ അഥവാ കൈപ്പ് നിത്യാദി പദങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ 36 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 10 പ്രാവശ്യവും, അങ്ങനെ 46 ഇടങ്ങളിൽ മാറ അഥവാ കൈപ്പ് എന്ന പദങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വിഷയം 30 ലക്ഷം വരുന്ന ജലം ഇപ്പോൾ അവിടെ എത്തി, മാറയിൽ വന്നു. മാറയിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു? വെള്ളം ഉണ്ടായിരുന്നു. ഇവരുടെ വിഷയം എന്തായിരുന്നു? ഇവരുടെ പ്രശ്നം എന്തായിരുന്നു? വെള്ളമായിരുന്നു. ശൂർ മരുഭൂമിയിൽ വെള്ളമില്ലായിരുന്നു. 3 ദിവസം സഞ്ചരിച്ചു, മാറയിലെത്തി. വന്നപ്പോൾ എന്തുണ്ട്? വെള്ളമുണ്ട്. കുടിക്കാൻ പറ്റുമോ? ഇല്ല. കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിലാവുന്നു. കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് സാഹചര്യം പ്രതികൂലമായപ്പോ, സാഹചര്യം അനുകൂലമല്ലാതെ വന്നപ്പോ 30 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനം ഒന്നിച്ച് നിന്നിട്ട് മോശക്കെതിരെ വീറുവീറുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്നും പറഞ്ഞ്, നിന്റെ വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്നും പറഞ്ഞ് നീ ഒരക്ഷരവും വീണ്ടരുത് കേട്ടോ. മൗനമായിരുന്നാ മതി. നിനക്ക് വേണ്ടി ഈ മരുഭൂമിക്കകത്ത് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഈ പ്രശ്നത്തിനകത്ത്, സാഹചര്യം അനുകൂലമല്ലാത്തതിനകത്ത് നിനക്ക് വേണ്ടി ചിലത് ഇവ കരുതി വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ മറയിൽ വന്നു. അവരവിടെ വന്നു. കുടിക്കാൻ വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവർ മോശക്കെതിരെ ഇന്ന് വരെ യോജിക്കാത്തവർ ഈ കാര്യത്തിൽ യോജിച്ചു നിൽക്കുകയാണ്. സ്തോത്രം അല്ലേ? എല്ലാ അണ്ടനും അടകോടനും ഒക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ് യോജിക്കുന്നത്. ആ സമയത്ത് അവരെല്ലാം 4 ഇടങ്ങളിലാണ് നിൽക്കുന്നത്. പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ചങ്ങ് യോജിക്കും. ദൈവദാസനെ വിരൽച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, 30 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തെ നയിക്കണമെങ്കിൽ നിസ്സാര കാര്യമല്ല. അതും ഒരാള്. ഇന്ന് 3 പേരെ നയിക്കണമെങ്കിൽ പ്രയാസം. സത്യമാണ്. ഒരു 10 പേരെ കൊണ്ടുപോകാൻ എന്ത് ബുദ്ധിമുട്ട് നമുക്കറിയാം. ഒരു സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അറിയാം അല്ലേ? ഞങ്ങളുടെ പക്ഷം ചെയ്യുവാൻ ആരുമില്ലെന്ന്. ഞങ്ങളെല്ലാം ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും സഹിച്ചും വേദനിച്ചും ഒക്കെ നിൽക്കുന്നത് ആ ഒരു കൃപ കൊണ്ടാണ്. ദേവദാസന്മാരെ വേദനിപ്പിക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ വേദനിപ്പിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ അവരെ കൊടുത്ത് മാനിക്കണം. കൊടുക്കും തോറുമാണ് നമുക്ക് ദൈവം തരുന്നത്. സ്തോത്രം. അത് നിങ്ങൾ ചെയ്യുക, ദൈവം നിങ്ങളെ മാനിക്കും. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. മാറയിലെത്തി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം ഒന്നിച്ച് നിന്ന് മോശയ്ക്കെതിരെ പ്രശ്നമുണ്ടാക്കി. പിറുപിറുത്തുന്നു. ആ ദേവദാസന്റെ ചന്ദ് എന്തുമാത്രം വേദനിച്ചിരുന്നു. കൂടെ നിൽക്കേണ്ടവരാ, ചേർന്ന് നിൽക്കേണ്ടവരാ, ആശ്വാസത്തിന്റെ വാക്ക് ഓതേണ്ടവരാ. ആ ദേവദാസനൊക്കെയാണ്. ആ മുമ്പിൽ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചാണ്. ഇപ്പോൾ എത്രയോ പ്രയാസങ്ങളാണ് അനേക ദേവദാസന്മാർ അനുഭവിക്കുന്നത്. കണ്ണുനീര് കുടിക്കുന്നത്, കണ്ണുനീര് കുടിപ്പിച്ചിട്ടുള്ളവരുണ്ട്, കണ്ണുനീര് കുടിച്ച ദേവദാസന്മാരൊക്കെ ഉണ്ട്. സ്തോത്രം. അവരുടെ കണ്ണ് നനയരുത് കേട്ടോ. അവരുടെ കണ്ണ് നനയിപ്പിക്കരുത്. നോക്കണം. ആ പ്രതിസന്ധിയുടെ നടുവിൽ മോശ എന്താ ചെയ്തേ? അയച്ചവന്റെ കണ്ണിലേക്ക് നോക്കി. പറഞ്ഞു വിട്ടതാരാ? ദൈവം. ആ ദൈവത്തിന്റെ വിരങ്ങളിലേക്ക് നോക്കി അവിടെ അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞ് 30 ലക്ഷം
വരുന്ന ജനം തനിക്കെതിരെ വിരൽ ചൂണ്ടുന്നു. താൻ ഒറ്റയായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും വേദനിപ്പിച്ചാലും നിരങ്കാലിലിരുന്നോ, സംസാരിക്കണം. ചേർന്ന് നിൽക്കുന്നവരെല്ലാം അകന്നുള്ളപ്പോഴും ആ കർത്തദാസൻ അയച്ചവന്റെ മുഖത്തേക്ക് നോക്കി സ്വർഗം അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. സ്വർഗം അവന് വേണ്ടി സംസാരിച്ചു. അവനോട് പറഞ്ഞു, മോശേ, എനിക്കറിയാം ഇവിടെ വരുമ്പോ പ്രശ്നം ഉണ്ടാവുമെന്നും നീ ഒറ്റപ്പെടുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഈ ജനം വരുന്നതിന് മുൻപ്, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നീ മാറയുടെ തീരത്ത് ഞാനൊരു വൃക്ഷം നട്ടുപിടിപ്പിച്ചു. നമുക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ചിലക്കുന്നതിന് മുമ്പ് അതിന്റെ സമയം അടുത്തു വരികയും അതിന്റെ സമയം ആഗതമായിരിക്കുക. ആ പ്രശ്നത്തിന്റെ നടുവില് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് പറയുന്നു, ഒരു വിഷം കാണിച്ചു കൊടുത്തു. അതിന്റെ കമ്പ് വെട്ടിയിട്ടാൻ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണം, പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം നമ്മളോട് സംസാരിക്കും. പ്രതികൂലത്തിന് നടുവിലും ദൈവം നമ്മളോട് ഇടപെടുന്നു. മരുഭൂമിയുടെ അനുഭവത്തിലും ഇറങ്ങി വന്ന് നിനക്ക് തണലേകുന്നു. ഇപ്പോൾ നിന്നെ കയ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നിന്നെ വ്രണപ്പെടുത്തുന്ന ചില മുറിവുകളുണ്ടല്ലോ, ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അനുഭവത്തിലൂടെ നീ കടന്നുപോയാലോ, നീ പ്രാർത്ഥിക്കോ. എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നില്ല, എനിക്ക് വേണ്ടി സ്വർഗം സംസാരിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ പ്രതിസന്ധിക്കകത്ത് ദൈവം മോശയോട് സംസാരിച്ചു. സത്യത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കയ്പുള്ള വെള്ളം. നിങ്ങൾ കുടിച്ചിട്ടുണ്ട് കയ്പുള്ള വെള്ളം? നമ്മൾ കേട്ടിട്ടുണ്ട്, പാടിയിട്ടുണ്ട് കയ്പുള്ള വെള്ളം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്, മീൻസ് രുചിച്ച് നോക്കിയിട്ടുണ്ട്. കടലിലെ വെള്ളം എന്നാൽ കയ്പുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വിഷം പോലെ മഴ വീഴുന്നുണ്ട്, വെള്ളം പൊങ്ങിയിട്ടുണ്ട്. വെള്ളത്തിന് കയ്പാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിക്കണമെങ്കിൽ ഒന്ന് ഈ പാവയ്ക്കല്ല നെല്ലിക്ക നീര് പിഴിഞ്ഞ് ഒഴിക്കണം. പക്ഷെ വേദപുസ്തകം പറയുന്ന കയ്പുള്ള ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു വെള്ളവും ഞാനും കണ്ടിട്ടില്ല. ചില പ്രതിസന്ധികൾ ഇങ്ങനെയാണ്, കയ്പിക്കുകയാണ്, അല്ലെ, ഇട്ട് ഞെരിപ്പിക്കുകയാണ്. സ്തോത്രം. ഈ കയ്പിക്കൽ എന്തിനാണെന്നറിയോ? നീ ജീവിതത്തിൽ മതിരിക്കണം. സ്തോത്രം. നീ എന്നും ഇങ്ങനെ കഴിച്ച് തന്നെ കിടക്കണം, നീ ഇങ്ങനെ നീറി കിടക്കണം, നീ ഇങ്ങനെ പുകഞ്ഞു കിടക്കണം, നീ ഉയരാതെ കിടക്കണം. നീ ആത്മീയമായ ഒരടി പോലും മുന്നോട്ട് പോകാതെ ആത്മീയ മണ്ഡലങ്ങളിൽ നീ ഇങ്ങനെ ശോഷിച്ച് കിടക്കണം. ഈ കയ്പ് മതിരിക്കാൻ പോവുകയാണ്. നാളുകളായി കഴിച്ചു കിടന്ന വെള്ളത്തിൽ വിഷത്തിന്റെ കമ്പ് വെട്ടിയിട്ടപ്പോൾ അതിന്റെ കയ്പ് മാറി പ്രത്യുത മധുരം വന്നു ചേർന്നു. നിന്റെ വിഷയത്തിന്റെ അകത്തും നിന്നെ സന്തോഷിപ്പിക്കുന്ന പേടിയെത്താൻ പോകുന്നു. ഹല്ലേലൂയ. നാടുകളായി നിന്നെ കയ്പിച്ച ചില അനുഭവങ്ങളുണ്ടല്ലോ, പോലെ കയ്പിച്ച ചില അനുഭവങ്ങളാണ്. അത് മധുരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എന്നെ വേദനിപ്പിച്ച ഇതൊന്നുമല്ല. ഇവര് മാറയിൽ വന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കണ്ട. വായിക്കുമ്പോൾ ഈ ജനം വിടുതല കണ്ട ജനമാണ്. ആണോ? മിണ്ടാതിരുന്നാ മതിയായിരുന്നല്ലോ. ദൈവത്തിന്റെ വിടുതല കണ്ട ജനമാ, അത്ഭുതം കണ്ട ജനമാ. 14-ാം അധ്യായത്തില് എന്താ ചെങ്കടൽ കടന്നു. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ചെങ്കടൽ നിസ്സാരമല്ല. സ്തോത്രം.
അവർക്ക് വേണ്ടി ദൈവം വലിയ പദ്ധതി അവിടെ ഒരുക്കി കൊടുത്തത്. പ്രതിസന്ധിയിലൂടെ കടന്ന് മുമ്പിൽ വന്നപ്പോൾ ചെങ്കടലിൽ പുറയിൽ 60 സൈന്യവും നന്നായിട്ട് വിടുതൽ കണ്ടവർ അനുഭവിച്ചവരാ. സ്തോത്രം. ദൈവം മറുകരയെ എത്തിച്ചു. മറുകരയെ എത്തിച്ചപ്പോൾ 30 ലക്ഷം ജനങ്ങളുണ്ട്. മറുകരയെ എത്തിച്ചപ്പോഴേ ആ കൂട്ടത്തിൽ ഒരു പ്രവാചകി ഉണ്ടായിരുന്നു, മോശയുടെ അഹരോന്റെ സഹോദരി. പേര് മിരിയാം. ആളാരാ? പ്രവാചകി. ഭൂതകാലങ്ങളിൽ ഒരുപാട് പ്രവചനം നടത്തിയവരാ. ഈ സഹോദരി എന്ത് ചെയ്തെന്നറിയോ? കപ്പെടുത്ത് താളമടിച്ച് പാട്ടുപാടി ആരാധിച്ചപ്പോൾ കൂടെ നിന്ന സകല സ്ത്രീകളും വന്നപ്പോൾ മോശയ്ക്കെതിരെ പ്രവൃത്ത കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? മിരിയാം ഉണ്ടായിരുന്നു. എന്റെ ചോദ്യം, വിടുതൽ കണ്ട മിരിയാം, ആരാധിച്ച മിരിയാം, അപ്പുവത്തിയ മിരിയാം, സാഹചര്യ അനുകൂലമല്ലാതെ വന്നപ്പോൾ സാഹചര്യം അനുകൂലമല്ലാതെ വന്നപ്പോൾ അവനും ദൈവത്തോട് കുറുകൊടുത്തന്നു. നമ്മളും മോശക്കാരല്ല അല്ലേ? മിരിയാമിനെ പോലെ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും വിഷയത്തിന് വിടുതൽ കിട്ടാതെ വരുമ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാ, നമ്മൾ ആരാധിക്കുന്നവരാ, സാക്ഷ്യം പറയുന്നവരാ, ശുശ്രൂഷിക്കുന്നവരാ, ദശാംശങ്ങളൊക്കെ കൊടുക്കുന്നവരാ. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എല്ലാം മറന്നിട്ട് നമ്മളും മിരിയമായി മാറും. മനസ്സിലായോ? ശരിയല്ലേ? ആണോ? സ്തോത്രം. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത സ്ത്രീയാണ്. അവർക്കും കുടിക്കാൻ വെള്ളം കിട്ടാതെ വന്നപ്പോൾ സ്വന്തം സഹോദരനെ നടത്തണം. മോശയ്ക്കെതിരെ കുറുകുരുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കുറുകുരുത്തുന്നു. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഓർത്തോണം, 400 വർഷത്തിൽ പരമായി ആരാധനയില്ലാതെ കിടക്കുകയായിരുന്നു, പ്രാർത്ഥനയില്ലാതെ കിടക്കുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. മരുഭൂമിയിൽ അവരെ നടത്തിക്കൊണ്ടുവന്ന് വിടുതലുകളും അത്ഭുതങ്ങളും കണ്ട ജനം ഉണ്ടാകാൻ പറയായിരുന്നു ദൈവത്തോട്. പക്ഷെ എങ്കിലും ദൈവം അവരെ കൈയൊഴിഞ്ഞില്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനം ഒന്നിച്ച് നിന്ന് സമൂഹഗാനം പാടിയ ജനതയാണ് ഇസ്രായേൽ ജനം. അവസാന പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നു. ഇത്രയും ജന സമൂഹഗാനം പാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവരാണ് അതും മരുഭൂമിയിലും. വേദപുസ്തക ചരിത്രത്തിലും ലോക ചരിത്രത്തിലും 30 ലക്ഷം വരുന്ന ജനം ഒന്നിച്ച് പാടി ആരാധിച്ച ഇടമാ മരുഭൂമി. സ്തോത്രം. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം ഓരോന്ന് കൊടുത്തുകൊണ്ട് വരിക. എന്നിട്ടും ഇവിടെ പിറുപിറുപ്പ് മാറുന്നില്ല. സ്തോത്രം. നോക്കണം, മോശ കമ്പ് വെട്ടി നടത്തിയിട്ടു, കയ്പ് മാറി, അത് മധുരമുള്ളതായി മാറി. ഈ കണ്ട ജനമെല്ലാം എന്ത് ചെയ്ത് വെള്ളം കുടിച്ച് അവിടെയും അവർ വിടുതൽ കണ്ടു. സ്തോത്രം. ഒരു കാര്യം ഓർത്തു, നമ്മുടെ ജീവിതത്തിൽ ഈ കയറി ഇറങ്ങുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, സാമ്പത്തികമായിട്ടുള്ളതും അല്ലാത്തതുമായ 100 പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നമില്ലാത്ത ആരുമില്ല. ഇതൊക്കെ ഒരു മരുഭൂമിയാണ് കേട്ടോ. ഇതിന് പരിഹാരമില്ലായില്ല. ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു പരിഹാരം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ മരുഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്താൽ മതി. കുറുകുറുപ്പ് അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. മൗനമായി പ്രാർത്ഥനയോട് കൂടി മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രവചിച്ച ഈ മിരിയാം മോശയ്ക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെതിരെ പിറുപിറുത്തു. സ്തോത്രം. സത്യത്തിൽ മോശയോട് കൂടി ചേർന്ന് നിൽക്കേണ്ടവളാണ് ഈ മിരിയാം. ആങ്ങളും പെങ്ങളും നിന്നോ? ഇല്ല. ചില കുടുംബത്തിലും ഇങ്ങനെയാണ്, ചില സഹോദരന്മാരും ഇങ്ങനെയാണ്, ചില മാതാപിതാക്കൾ ഇങ്ങനെയാണ്, ചില സഭക്കാർക്കും ഇങ്ങനെയാണ്. പ്രശ്നം വരുമ്പോൾ ചേർന്ന് നിൽക്കേണ്ടവർ. ഹല്ലേലൂയ. അവരെല്ലാം അകന്നു മാറി നിൽക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ദൈവം അവരെ കൈയൊഴിഞ്ഞില്ല. ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ആരാധന നഷ്ടപ്പെടുത്തിയാലും കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയാലും വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ ദൈവം ഒരു വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം അത് ആലോചന നൽകി തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവൃത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് വേണം പിന്മാറി പോകാമായിരുന്നു, ചെയ്തില്ല. മൃഗങ്ങൾ ഒന്നടങ്കം ഈ വെള്ളം കുടിച്ച് സംതൃപ്തിയാണ്. സ്തോത്രം. ഇവരുടെ പ്രശ്നം വെള്ളത്തിന് വേണ്ടിയായിരുന്നു, ആഹാരത്തിന് വേണ്ടിയല്ലായിരുന്നു. നോക്കണം, ശേഷം ഈ വിടുതൽ കിട്ടിയ ജനം മാറിയിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ എവിടെയാ വന്നെന്നറിയോ? 15:27 വായിച്ചു. പുറപ്പാട് 15:20. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. നോക്കണം, അവർ അവിടെ വെള്ളത്തിനരികെ എന്തിനു വേണ്ടി അവര് പ്രശ്നം ഉണ്ടാക്കിയത്? ഇപ്പൊ ദൈവം അവിടെ കൊണ്ട് എത്തിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിനാണോ അവർ പ്രശ്നം ഉണ്ടാക്കിയത് അത് കണ്ട് സന്തോഷിക്കുവാൻ, അത് കണ്ട് കുടിക്കുവാൻ, ആ വെള്ളത്തിനരികെ പാളയമടിക്കുവാൻ ഈ ജനത്തെ ദൈവം അവിടെ കൊണ്ട് എത്തിച്ചത്. നീ ഏത് വിഷയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അത് കണ്ട് സന്തോഷിക്കുവാൻ, നിന്റെ കണ്ണാലെ കാണുവാൻ യേശുവിന്റെ നാമത്തിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കള് 40 വർഷമാണ് മരുഭൂമിയിലൂടെ നടന്നത്. ഈ 40 വർഷം അവര് മരുഭൂമിയിലൂടെ നടന്നുവെങ്കിലും 40 പല ഇടങ്ങളില് ഇവര് പാളയം അടിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 33 അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 40 പല ഇടങ്ങളിൽ ഇസ്രായേൽ മക്കൾ പാളയമടിച്ചിട്ടുണ്ട്. ആദ്യമായി ഇസ്രായേൽ മക്കൾ പാളയമടിച്ച ഇടത്തിന്റെ പേരാണ് സൂഖോത്ത്. സംഖ്യാപുസ്തകം 33 അധ്യായം 3-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവസാനമായി ഇവർ പാളയമടിച്ച ഇടത്തിന്റെ പേരാണ് മോവാബ്. സംഖ്യാപുസ്തകം 33 അധ്യായം 49 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ കൂടാരം സ്ഥിരമല്ല, മനസ്സിലായി? കൂടാരം സ്ഥിരമല്ല, പാളയം സ്ഥിരമല്ല, അത് മാറ്റി മാറ്റി അടിക്കണം. നമ്മളും അങ്ങനെ അല്ലേ? ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ പാർത്തിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ വീട് വാടകയ്ക്കെടുത്ത് അത് ഇച്ചിരി റെന്റ് ഇച്ചിരി കൂട്ടുമ്പോഴത്തേക്കും അടുത്തൊരു വീട് നമ്മളിങ്ങനെ നമ്മൾ ഇസ്രായേൽ മക്കളാണ്, നമ്മളിങ്ങനെ പാളയം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സ്തോത്രം. ഇവരും 40 പല ഇടങ്ങളിൽ പാളയം. ദൈവം ഇവരെ ഏലിമേൽ കൊണ്ടുവരും. ഇവര് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നു. ഇവര് വെള്ളത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയ കുരുവൃത്തം. സ്തോത്രം. ഏലിമേൽ വന്നപ്പോ നോക്കണം, ഇവർക്ക് കഴിക്കാനും കുടിക്കാനും ദൈവം ഒരുക്കുന്നു. ചോദിക്കാതെ ദൈവം കഴിക്കാൻ കൊടുക്കും. സ്തോത്രം. എന്താണ്? 12 നീരുറവുണ്ട്, 70 ഈന്തപ്പനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മരണം വരെയും പോകുന്ന തലമുറയ്ക്കും ആ ദൈവത്തിൽ നിനക്ക് കരുതിക്കൂടെ? വെള്ളത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയത് നീ ചോദിക്കാത്തതാ ദൈവം നിനക്ക് തരുന്നത്. നീ അർഹിക്കാത്തത് പോലും നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഉപവസിച്ചാൽ മാത്രം മതി. എന്നെ സന്തോഷിപ്പിച്ചത് ഈ വേദവാക്യം 27 വെള്ളത്തിനു വേണ്ടി വഴക്കുണ്ടാക്കിയവര്, പ്രശ്നമുണ്ടാക്കിയവർ അവരെവിടെ പാളയം അടിച്ചത്?
വെള്ളത്തിനരികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കണ്ട. ഏത് വിഷയത്തിനകത്താണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിയത് ആ വിഷയത്തിൽ കണ്ട് സന്തോഷിക്കുവാൻ അവർ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴെല്ലാം ഇത് കണ്ടാ പോകുന്നത്. ഏത് കണ്ട് ചെല്ലിൽ പറയാൻ സന്തോഷത്തിന് എന്ത് വേണം? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഏത് വിഷയത്തിന് മധ്യയാണോ നീ ദൈവത്തോട് നിലവിളിക്കുന്നത്, ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന് ഉത്തരം നീ കണ്ണാതെ കാണാൻ പോകുന്നു. ആ വിഷയത്തിന് മറുപടി നിന്റെ കണ്ണിലെത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിലാ അനുഭവിച്ച പ്രതിഫലം നിന്റെ കണ്ണിൽ ഒക്കാത്ത നീരുറവ നിന്നുപോകാത്ത ഈന്തപ്പനകളുള്ള നാട്ടിൽ ദൈവം അവരെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ആ ദൈവം നമ്മളെ കാണാതിരിക്കുമോ? സ്തോത്രം. വെള്ളത്തിനരികെ പാളയം അടിക്കുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം അവർക്ക് ഭാഗ്യമൊരുക്കി കൊടുത്തത്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതത്തിൽ ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്ക് കുടുംബത്തിനകത്തു നിന്നും വെളിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം നാനാ ഭാഗങ്ങളിൽ നിന്നും കയ്പിന്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. ഇപ്പോഴും നമ്മളെ കയ്പിക്കുന്ന വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട. അല്ലല്ല, മനുഷ്യന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണ്ട. ദൈവത്തിന്റെ വാക്കുകൾക്ക് 2024 കാലഘട്ടങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളോട് അറിയിച്ച ചില ദൂതുകൾ, ചില ആലോചനകൾ അത് കണ്ണുകളുമായി ആലയത്തിലേക്ക് നീ വന്നു ചേർന്നപ്പോഴും, കലങ്ങിയ കണ്ണുകളുമായി നീ കൂട്ടായ്മയിലേക്ക് വന്നപ്പോഴും, ആരും അറിയാതെ നൊമ്പരം ഉള്ളിൽ കുളിച്ച് നീ നിന്റെ ഉള്ളറിയുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീര് കണ്ട ദൈവം ജീവിതത്തിലൂടെ ആലോചന പറയുന്നു. നിന്റെ സമയമായിരിക്കുകയാണ്, നിന്റെ വിഷയത്തിന് മറുപടിയുടെ സമയമായിരിക്കുകയാണ്, നിന്റെ വാഴ്ത്തത്തിന്റെ സമയമായിരിക്കുകയാണ്. ഓർത്തുകൊള്ളണം, ഇപ്പോൾ കയ്പിക്കുന്നുണ്ടെങ്കിലും, ഇപ്പോൾ നീ കയ്പിന്റെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിലും പ്രാർത്ഥനയോടുകൂടി ആരാധനയോടുകൂടി മുൻപോട്ട് പോക്കോ. ഞാൻ പറഞ്ഞുവല്ലോ, ഈ വഴിത്താരിയിൽ പതിയിരിക്കുന്ന സർപ്പങ്ങൾ, പതിയിരിക്കുന്ന തേളുകൾ, ചുഴികൾ, കുന്നുകൾ, ഇരുട്ടുകൾ ഒക്കെ ഈ മരുഭൂമിക്കകത്തുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, ധ്യാനിച്ചോ. ഇതെല്ലാം നമ്മളെ വേട്ടയാടാം. ഖണ്ഡിച്ചുകൊണ്ട് നീ മുന്നോട്ട് യാത്ര ചെയ്തോ. എന്റെ ചിന്തയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സർപ്പം മരുഭൂമിയിലുണ്ട്, പാമ്പ് മരുഭൂമിയിലുണ്ട്. ഇത് മണ്ണിനടിയിലാണ് കിടക്കുന്നത്, മണ്ണിനടിയിലാണ് കിടക്കുന്നത്. നമ്മൾ അറിയത്തില്ല. മരുഭൂമിയിൽ നടക്കുമ്പോഴൊക്കെ ഓരോ ശൈവം നമ്മൾ അറ്റാക്ക് ചെയ്താൽ നമ്മൾ അറിയത്തില്ല. പുസ്തകം പറയുന്നു, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക്, അതായത് നമുക്ക് ജീവിതങ്ങൾ കഴിച്ചാൽ ഒന്നും. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ പൗലോസിന്റെ കയ്യിൽ അവനെ കടിച്ചു തൂങ്ങി എല്ലാം സംഭവിച്ചാൽ, കാരണം അതിനേക്കാളുള്ള ശക്തി, അതിനേക്കാളുള്ള നമ്മളെ
അവരെയൊക്കെ ജയം കണ്ട് മുന്നോട്ട് പോകണം. ഒരിക്കലും പറ്റാത്ത നീരുറവകൾ ഈന്തപ്പണിയും അവർക്ക് വേണ്ടി നീ ഒഴുക്കി വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവരുടെ മരണമിനെയും തലമുറകൾക്ക് വരെ കഴിക്കാറുള്ളത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിലൂടെ പറഞ്ഞ വാക്കുകൾക്ക് വിരാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നീ ചോദിക്കാത്തതും നിലയ്ക്കാത്തതുമെല്ലാം ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ആഗ്രഹിക്കുന്നതല്ല ദൈവം നിനക്ക് തരുന്നത്. നീ ആഗ്രഹിക്കുന്നതിനപ്പുറമായി, നീ ചിന്തിക്കുന്നതിനപ്പുറമായി, നീ ചോദിക്കുന്നതിനപ്പുറമായി നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്റെ ആവശ്യം അറിഞ്ഞ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പ്രശ്നമുണ്ടാക്കി അവര് മോശയോട് നിലനിർത്തുമെങ്കിലും ദൈവം അവരെ കൈയൊഴിഞ്ഞില്ല. സ്തോത്രം. മിണ്ടാതെ മൗനമായി യാത്ര മുന്നോട്ട് തുടർന്നു. ഏലിമിൽ ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കും. നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം ഏലിമിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധി എണീറ്റിരുന്നാട്ടെ. കരമടിച്ച് ദൈവത്തിൻ്റെ മക്കൾ ആരാധന അർപ്പിച്ച് സന്തോഷത്തോടെ നൽകിപ്പോകാം. അല്ലെങ്കിൽ ചേർന്നറിയാവുന്ന ഒരു പഴയകാലത്തിൻ്റെ പഴയകാലത്തിൻ്റെ ഗാനങ്ങൾ പാടി കരമടിച്ച് ദൈവത്തിന് എല്ലാവരും ആരാധന കൊടുക്കണം. സ്തോത്രം. ചേർന്ന് എല്ലാം കരമടിക്കുകയാണ്.
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോടും ദൈവദാസങ്ങളുടെ നന്ദി എടുക്കപ്പെടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.